പാവറട്ടിയിൽ ഉത്സവം കണ്ടുനിന്ന മധ്യവയസ്കന്റെ പല്ല് SI അടിച്ചു പൊഴിച്ചു. SIക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഗുരുവായൂരിൽ ലോഡ്ജ് ജീവനക്കാരുടെ ആക്രമണത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് പരിക്ക്. ആദിവാസികളിലെ ആത്മഹത്യാ പ്രവണത അമ്പരപ്പിക്കുന്നതാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി. ഏകോപനവും കാര്യക്ഷമതയും ഇല്ലാത്തതാണ് ഗോത്രവർഗം നേരിടുന്ന പ്രതിസന്ധിയെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ. മാള വലിയ പറമ്പിൽ വീട്ടിൽ നിന്ന് 4.5 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച പ്രതി പിടിയിലായി. വേലൂരിൽ വീട് കുത്തി തുറന്ന 22 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച പ്രതിയെ മുംബൈയിൽ നിന്നും പോലീസ് പിടികൂടി. തൈപ്പൂയ ആഘോഷ നിറവിൽ കൂർക്കഞ്ചേരി, തായംകുളങ്ങര ക്ഷേത്രങ്ങൾ. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വർണ്ണക്കാവടികൾ ക്ഷേത്രാങ്കണത്തിൽ നിറഞ്ഞാടി. വാർത്തകൾ വിശദമായി. വാഗ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിനിടെ പൂരം കണ്ടുനിന്ന ഗൃഹനാഥന്റെ പല്ല് പോലീസ് തല്ലിക്കൊഴിച്ചതായി പരാതി. വാഗ സ്വദേശി കുന്നത്തുള്ളി മുരളിയുടെ 2 പല്ലുകളാണ് പോലീസ് മർദ്ദനത്തിൽ കൊഴിഞ്ഞത്. 2 പല്ലുകൾ ഇളകിയ നിലയിലുമാണ്. ഇത് സംബന്ധിച്ച് പാവറട്ടി പോലീസ് സ്റ്റേഷനിലെ SI ജോഷിക്കെതിരെ മുഖ്യമന്ത്രി, DGP, പോലീസ് കമ്മീഷണർ എന്നിവർക്ക് പരാതി നൽകി. വാഗ ഉത്സവത്തിനിടെ പ്രാദേശിക കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ പോലീസ് ഇടപെടുന്നതിനിടെ ഒന്നിലും ഉൾപ്പെടാതെ സമീപത്ത് നിന്നിരുന്ന മുരളിയെ പോലീസ് പിടിച്ച് തള്ളുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത ദേഷ്യത്തിൽ SI മർദ്ദിക്കുകയായിരുന്നുവെന്ന് മുരളി പറഞ്ഞു. പോലീസ് ഓഫീസർക്കെതിരെ നടപടിയെടുക്കണമെന്ന് CPM എളവള്ളി ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഗുരുവായൂരിൽ ലോഡ്ജ് ജീവനക്കാരുടെ ആക്രമണത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് പരിക്ക്. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ KS നിയാസിനാണ് പരിക്കേറ്റത്. വടക്കേ ഔട്ടർ റിംഗ് റോഡിലെ ഗാലക്സി ഇൻ ലോഡ്ജിലെ ജീവനക്കാരാണ് ആക്രമിച്ചത്. നിയാസും ശുചീകരണ തൊഴിലാളി KR പ്രജീഷും നൈറ്റ് പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് ലോഡ്ജിലെ ജീവനക്കാരുമായി തർക്കമുണ്ടായത്. ഹോട്ടലിന് മുന്നിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് കാനയിലേക്ക് ശുചിമുറി മാലിന്യം ഒഴുക്കുകയായിരുന്നുവെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു. ഇത് ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് ഇടയാക്കിയത്. കഴുത്തിനും കാലിനുമാണ് പരിക്കേറ്റത്. നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് സെക്രട്ടറി H. അഭിലാഷ് കുമാർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി. ആദിവാസികളിൽ നിലനിൽക്കുന്ന ആത്മഹത്യാ പ്രവണത അമ്പരപ്പിക്കുന്നതാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി. വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ അതിരപ്പള്ളി പഞ്ചായത്തിൽ സംഘടിപ്പിച്ച പട്ടികവർഗ മേഖലാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ആദിവാസി വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് എല്ലാ മേഖലയിലും സർക്കാർ വേണ്ടത്ര പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്നാൽ വേണ്ടത്ര ഏകോപനവും കാര്യക്ഷമതയും ഇല്ലാത്തതാണ് ഗോത്രവർഗം ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയെന്നും അഡ്വക്കേറ്റ് സതീദേവി പറഞ്ഞു. അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആതിര ദേവരാജൻ അധ്യക്ഷയായി. കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, VR മഹിളാമണി, അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷ എന്നിവർ സംസാരിച്ചു. കേരള വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി പുന്നയൂർ പഞ്ചായത്തിൽ നടന്നുവന്നിരുന്ന തീരദേശ മേഖലാ ക്യാമ്പ് സമാപിച്ചു. ക്യാമ്പിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സെമിനാർ വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി ഉദ്ഘാടനം ചെയ്തു. വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി അധ്യക്ഷയായി. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, ലോ കോളേജ് അധ്യാപിക ഡോക്ടർ സോണിയ, പഞ്ചായത്ത് സെക്രട്ടറി ഷീജ തുടങ്ങിയവർ പങ്കെടുത്തു. മാള വലിയ പറമ്പ് വടക്കൻ ഇട്ടീരയുടെ വീട്ടിൽ നിന്ന് 4.5 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാറപ്പുറം കൊടിയൻ വീട്ടിൽ ജോമോനെയാണ് ഇരിഞ്ഞാലക്കുട DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. 23-ന് പുലർച്ചെയാണ് ഇട്ടീരയുടെ വീട്ടിൽ മോഷണം നടന്നത്. രാത്രി സമയങ്ങളിൽ കാൽനടയായി സഞ്ചരിച്ച് ജനലുകൾ തുറന്നു കിടക്കുന്ന വീടുകളിൽ കയറുകയും ജനലിലൂടെ ആഭരണങ്ങൾ മോഷ്ടിക്കുകയുമാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. മാളയിലും പരിസര പ്രദേശങ്ങളിലും മോഷണം വ്യാപകമായതിനെ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടത്തിയത്. ചാലക്കുടി, മാള പോലീസ് സ്റ്റേഷനുകളിലായി സമാനമായ കേസുകളിൽ ഇയാൾ പ്രതിയാണ്. വേലൂരിൽ അടച്ചിട്ടിരുന്ന വീട് കുത്തി തുറന്ന 22 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലെ പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മുംബൈയിൽ താമസിക്കുന്ന വേലൂർ സ്വദേശി പണിക്കുവീട്ടിൽ നാരായണനാണ് പിടിയിലായത്. കഴിഞ്ഞ ഒക്ടോബർ 27-നാണ് വേലൂർ കുലയരാട്ടിൽ മുകുന്ദന്റെ വീട്ടിൽ മോഷണം നടന്നത്. 30 വർഷമായി മുംബൈയിലെ വസായി റോഡിൽ താമസിക്കുന്ന നാരായണൻ കൃത്യം നടന്ന ദിവസം വേലൂരിൽ ഉണ്ടായിരുന്നതായും സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സ്വർണ്ണാഭരണം പണയം വെച്ച് മുംബൈയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തതായും കണ്ടെത്തി. SI അനദാസിന്റെ നിർദ്ദേശപ്രകാരം ASI AV സജീവ്, SP CPO KT അനിൽ എന്നിവർ മുംബൈയിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ദിവസങ്ങളോളം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. കുറുക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയം ആഘോഷിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വർണ്ണക്കാവടികൾ ക്ഷേത്രാങ്കണത്തിൽ നിറഞ്ഞാടി. കുടമാറ്റത്തിനും കൂട്ടിയെഴുന്നള്ളിപ്പിനും ജനസാഗരം സാക്ഷ്യം വഹിച്ചു.
ചേർപ്പ് തായംകുളങ്ങര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയം ആഘോഷിച്ചു. തായംകുളങ്ങര കാവടി സംഘം, ചേർപ്പ് ബാലസംഘം, പെരുമ്പിള്ളിശ്ശേരി പടിഞ്ഞാറ് വിഭാഗം, ഊരകം ശ്രീനാരായണ കാവടി സമാജം, ചേർപ്പ് കാവടി സമാജം, വിവേകാനന്ദ കാവടി സംഘം, പൂത്തറയ്ക്കൽ തുടങ്ങിയ സംഘങ്ങളുടെ കാവടിയാട്ടം നടന്നു. എഴുന്നള്ളിപ്പിന് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം നടന്നു. ചേലക്കര വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. പഴയന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്നിരുന്ന ഓട്ടോറിക്ഷയിലും റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിലും ഇടിച്ചാണ് അപകടം. പെരുമ്പാവൂർ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. അപകടത്തിൽ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന തിരുവല്ലുവാമല സ്വദേശിയായ ഓട്ടോ ഡ്രൈവറുടെ ഭാര്യയ്ക്കും മകൾക്കും പരിക്കേറ്റു. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാളയിൽ നിർമ്മാണത്തിലുള്ള വീടിന്റെ തട്ട് തകർന്നു വീണ് 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ മാള ഗുരുധർമ്മം മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ സ്വദേശികളായ ചാണേപ്പറമ്പിൽ നെൽസൺ, പറമ്പൻ ജയൻ, കൊൽക്കത്ത സ്വദേശി അൻസാർ അലി എന്നിവർക്കാണ് പരിക്കേറ്റത്. വേലൂർ 12-ാം വാർഡിൽ ഭിന്നശേഷിക്കാരനായ യുവാവിനെ തെരുവുനായ ആക്രമിച്ചു. ചോളപ്പറമ്പിൽ കിരൺ കുമാറിനെയാണ് വീട്ടുമുറ്റത്ത് വെച്ച് തെരുവുനായ ആക്രമിച്ചത്. തെരുവുനായ ശല്യം പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്ന് വാർഡ് മെമ്പർ CD സൈമൺ ആവശ്യപ്പെട്ടു. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ സ്കൂട്ടർ ഡിവൈഡറിൽ ഇടിച്ച് യുവാവ് മരിച്ചു. മലപ്പുറം തൃപ്പങ്ങോട് സ്വദേശി വടക്കേപ്പറമ്പിൽ വീട്ടിൽ 40 വയസ്സുള്ള വിശ്വനാഥനാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് റോഡിൽ കിടക്കുകയായിരുന്ന യുവാവിനെ നാട്ടുകാരാണ് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് കുന്നംകുളം മലങ്കര ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ യുവാവ് മരിച്ചു. കുന്നംകുളം ഭാഗത്തു നിന്നും എടപ്പാൾ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ കൊരട്ടിക്കരയിൽ നിർമ്മാണ പ്രവർത്തകരുടെ ഭാഗമായി സ്ഥാപിച്ച ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. സമസ്ത ജില്ലാ സമ്മേളനം പാണക്കാട് സയ്യിദ് മുയീൻ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സത്താർ ദാരിമി പതാക ഉയർത്തി. ഇബ്രാഹിം ഫൈസി അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ ബഷീർ ഫൈസി ദേശമംഗലം, CA റഷീദ് നാട്ടിക, ബഷീർ ഫൈസി ആനക്കര, ഡോക്ടർ നാട്ടിക മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ഡെലിഗേറ്റ്സ് കോൺക്ലേവ് ഷാഹിദ് കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സത്താർ ദാരിമി അധ്യക്ഷത വഹിച്ചു. ആലത്തൂർ പാർലമെന്റ് NDA നേതൃയോഗം ചേലക്കരയിൽ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അനീഷ് എയ്യാൽ അധ്യക്ഷത വഹിച്ചു. ഓമനക്കുട്ടൻ, ജസ്റ്റിൻ ജേക്കബ്, BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനുരാഗ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ VR സുനിൽകുമാർ MLA ദേശീയ പതാക ഉയർത്തി. തഹസീൽദാർ K രേവ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭാ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ TK ഗീത ദേശീയ പതാക ഉയർത്തി. ഇരിഞ്ഞാലക്കുട മിനി സിവിൽ സ്റ്റേഷനിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർ MK ഷാജി ദേശീയ പതാക ഉയർത്തി. തഹസീൽദാർ K ശാന്തകുമാരി, ഭൂരേഖാ വിഭാഗം തഹസീൽദാർ KM സിമീഷ് സാഹു എന്നിവർ നേതൃത്വം നൽകി. അയ്യങ്കാവ് മൈതാനത്ത് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സുജ സജീവ് കുമാർ ദേശീയ പതാക ഉയർത്തി. വൈസ് ചെയർമാൻ TV ചാർലി, മുൻ നഗരസഭാ ചെയർമാൻ, മുൻ കൗൺസിലർമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുടെ ചേംബറിൽ മഹാത്മാഗാന്ധിയുടെയും ഡോക്ടർ BR അംബേദ്കറിന്റെയും ചിത്രങ്ങൾ സ്ഥാപിച്ചു. ജില്ലാ ജഡ്ജ് PP സൈദലവി ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ജഡ്ജിമാരും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു ദേശീയ പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ് അധ്യക്ഷയായിരുന്നു. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജ് ദേശീയ പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് KP അലി അധ്യക്ഷനായിരുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ തിരൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1998-99 SSLC ബാച്ചും ബ്ലഡ് ഈസ് റെഡ് കൂട്ടായ്മ ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ പോൾസൺ പാലത്തിങ്കൽ, ഹെഡ് മാസ്റ്റർ ജസ്റ്റിൻ പേരാമംഗലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. CPI പാറളം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം ഷീല വിജയകുമാർ ദേശീയ പതാക ഉയർത്തി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PB ഷാജൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. PT സണ്ണി അധ്യക്ഷത വഹിച്ചു. സുഭാഷ് മാരാത്ത്, പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ദേശീയ പതാക ഉയർത്തി. ദേവസ്വം സുരക്ഷാ വിഭാഗത്തിലെ വിമുക്ത ഭടന്മാരുടെ പരേഡിൽ ചെയർമാൻ അഭിവാദ്യം സ്വീകരിച്ചു. ദേവസ്വം ഭരണസമിതി അംഗം ചെങ്ങറ സുരേന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ P മനോജ് കുമാർ, T രാധിക, M രാധ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തലപ്പള്ളി താലൂക്കിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ദേശീയ പതാക ഉയർത്തി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർമാൻ ഷീല മോഹൻ,
നഗരസഭാ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത്, തലപ്പള്ളി തഹസീൽദാർ അനുപമൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ പി ജി ജയദീപ്, എം ആർ സോമനാരായണൻ, ഉമ്മർ ചെറുവായിൽ തുടങ്ങിയവർ പങ്കെടുത്തു. റിപ്പബ്ലിക് ദിനാചരണത്തിന്റെ ഭാഗമായി കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. AK ബാലൻ, ലൈബ്രറിയൻ സുഷമ ടി ശാന്തൻ തുടങ്ങിയവർ സംസാരിച്ചു. മനക്കുളങ്ങര ലൈബ്രറി, അഴകം യുവജന സംഘം വായനശാല, യൂണിയൻ വായനശാല, ചെറുകാട് ലൈബ്രറി, സമന്വയ വായനശാല, ജവഹർലാൽ ലൈബ്രറി എന്നിവിടങ്ങളിലേക്കുള്ള പുസ്തകങ്ങളുടെ വിതരണവും ചടങ്ങിൽ നടന്നു. ദേശമംഗലം തലശ്ശേരിയിൽ UDFന്റെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം നടത്തി. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലായിരുന്നു സമരം. 13-ാം വാർഡ് മെമ്പർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. 11-ാം വാർഡ് മെമ്പർ നസീറ സുധീർ അധ്യക്ഷത വഹിച്ചു. UDF നേതാവ് മുസ്തഫ തലശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. UDF നേതാക്കളായ കാസിം ഷാബിദ് തലശ്ശേരി, മണി അലി തലശ്ശേരി എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട O. ശ്രീകൃഷ്ണന്റെ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങ് നടന്നു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രമോദ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ, യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി വൈശാഖ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രമോദ് എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് പഞ്ചായത്തിലെ 7-ാം വാർഡിൽ പുത്തൻപീടിക പാതുവ ആശുപത്രിയിലേക്കുള്ള റോഡ് തകർച്ചയിൽ പ്രതിഷേധിച്ച് പുത്തൻപീടിക ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. മനുഷ്യാവകാശ പ്രവർത്തകൻ നവീനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൻപീടിക ആക്ഷൻ കൗൺസിൽ കൺവീനർ സ്റ്റാൻലി തട്ടിൽ അധ്യക്ഷത വഹിച്ചു. CL ജോബി, വിജോ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പാട് പുറത്തൂർ സെയിന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാളിനെ കൊടിയേറി. വികാരി ഫാദർ ജിയോ പള്ളിപ്പുറത്തുകാരൻ കൊടിയേറ്റം നിർവഹിച്ചു. കൈക്കാരന്മാരായ AD ബാബു, CI വിജു, KL ജോൺസൺ, ജനറൽ കൺവീനർ TL ജാൻസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫെബ്രുവരി 3, 4 തീയതികളിലാണ് തിരുനാൾ. 2-ന് ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും 3-ന് അമ്പെഴുന്നള്ളിപ്പും നടക്കും. 4-ന് ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോയ്സൻ കോരേത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. മഹിളാ കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രേണുക ശങ്കർ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തും കെൽട്രോണും സംയുക്തമായി ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് ആപ്പ് QR കോഡ് പതിപ്പിക്കലും വിവരശേഖരണവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ സുധീഷ് എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ CAN തൃശൂർ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ KP റഷീദ് അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അൽഫത്ത് കൂർക്കോളി, പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് MR ശ്രീവിദ്യ, ജില്ലാ പൊതുജനാരോഗ്യ വിഭാഗം ടെക്നിക്കൽ ഓഫീസർ PK രാജു തുടങ്ങിയവർ സംസാരിച്ചു. ചമ്മന്നൂർ GMLP സ്കൂളിൽ നിർമ്മിക്കുന്ന പാചകപ്പുരയുടെ നിർമ്മാണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷനായിരുന്നു. ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന വിഹിതമായി ലഭിച്ച 6 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സ്കൂളിൽ പാചകപ്പുര നിർമ്മിക്കുന്നത്. മൂന്നുമുറി സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ തിരുനാളിന് തുടക്കമായി. തിരുനാളിനോടനുബന്ധിച്ച് ദേവാലയത്തിൽ ഒരുക്കിയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ നിർവഹിച്ചു. 4 ബഹുനില പന്തലുകളും തിരുനാളിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പ് നടന്നു. ശനിയാഴ്ച രാവിലെ നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ബെസി പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് പ്രദക്ഷിണം നടക്കും. ഏങ്ങണ്ടിയൂർ ശ്രീ സുബ്രഹ്മണ്യ ശാസ്താമംഗല ക്ഷേത്രത്തിൽ തൈപ്പൂയം ആഘോഷിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന കാവടി ആഘോഷം വർണ്ണാഭമായി. PK ഷിനോദ്, AS മദനൻ, AS ഉണ്ണികൃഷ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെയും നഗരസഭ 17-ാം വാർഡിന്റെയും സഹകരണത്തോടെ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ്സ് അസോസിയേഷൻ ആക്ടിംഗ് പ്രസിഡന്റ് TK ഷാജി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ രേഖ സെൽപ്രകാശ്, രവീന്ദ്രൻ നടുമുറി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് VK രാജൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യാത്രയയപ്പ് സമ്മേളനം നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, മാധ്യമപ്രവർത്തക KK ഷാഹിന, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി, കൗൺസിലർമാരായ അനിത ബാബു, PN വിനയചന്ദ്രൻ, C നന്ദകുമാർ, ചന്ദ്രൻ കളരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു.
ജോലിക്കിടയിൽ ഷോക്കേറ്റ് മരിച്ച KSEB ജീവനക്കാരൻ തമ്പിയുടെ കുടുംബത്തിന് കേരള ഇലക്ട്രിസിറ്റി എക്സിക്യൂട്ടീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ധനസഹായം നൽകി. 100 രൂപ ചലഞ്ചിലൂടെ സമാഹരിച്ച തുകയുടെ ആദ്യ ഗഡു അഴീക്കോട് മേനോൻ ബസാറിൽ നടന്ന ചടങ്ങിൽ കയ്പമംഗലം MLA E.T. ടൈസൺ കൈമാറി. KEESOയുടെ ഔദ്യോഗിക വക്താവ് PG പ്രസാദ്, സംസ്ഥാന പ്രസിഡന്റ് KK വിനോദ്, വർക്കിംഗ് പ്രസിഡന്റ് സജി ജോസഫ്, പങ്കാളിത്ത പെൻഷൻ സംസ്ഥാന കോർഡിനേറ്റർ രതീഷ് പുത്തൻവേലിക്കര, ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അരൂജ, സെക്രട്ടറി പ്രശാന്ത്, സംസ്ഥാന ഭാരവാഹികളായ ഹരീഷ് കുമാർ വൈക്കം, അജി സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പാവറട്ടിയിൽ ഉത്സവം കണ്ടുനിന്ന മധ്യവയസ്കന്റെ പല്ല് SI അടിച്ചുകൊഴിച്ചു. SIക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഗുരുവായൂരിൽ ലോഡ്ജ് ജീവനക്കാരുടെ ആക്രമണത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് പരിക്ക്. ആദിവാസികളിലെ ആത്മഹത്യാ പ്രവണത അമ്പരപ്പിക്കുന്നതാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി. ഏകോപനവും കാര്യക്ഷമതയും ഇല്ലാത്തതാണ് ഗോത്രവർഗം നേരിടുന്ന പ്രതിസന്ധിയെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ. മാള വലിയ പറമ്പിൽ വീട്ടിൽ നിന്ന് 4.5 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച പ്രതി പിടിയിലായി. വേലൂരിൽ വീട് കുത്തി തുറന്ന 22 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച പ്രതിയെ മുംബൈയിൽ നിന്നും പോലീസ് പിടികൂടി. തൈപ്പൂയ ആഘോഷ നിറവിൽ കുറുക്കഞ്ചേരി, തായംകുളങ്ങര ക്ഷേത്രങ്ങൾ. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വർണ്ണക്കാവടികൾ ക്ഷേത്രാങ്കണത്തിൽ നിറഞ്ഞാടി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.